ഒരു പ്രവർത്തനങ്ങളാണ് നടന്നത്. അൽഹംദുലില്ലാ. അതേപോലെ വനിതാ വിങ്ങും അതേപോലെ തന്നെ നമ്മുടെ നേതാക്കന്മാരും എല്ലാവരും രാപ്പകലെന്നില്ലാതെ വളരെ നല്ല രീതിയിൽ ഹാജിമാർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ലോകത്ത് ഒരു സംഘടനക്കും ചെയ്യാൻ കഴിയാത്ത പ്രവർത്തനങ്ങളാണ് മക്ക KMCC-യുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. മിനയിലായാലും അതുപോലെ തന്നെ അറഫയിലായാലും ഒരുപാട് നിയന്ത്രണങ്ങൾ ഇപ്രാവശ്യം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ നേതൃത്വത്തിന് കീഴിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഇപ്രാവശ്യം പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ഹാജിമാരും അവരുടെ പ്രാർത്ഥന മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ഹാജിമാരും തന്നെ വളരെ നല്ല രീതിയിൽ വളരെ ആത്മാർത്ഥമായി തന്നെ നമ്മളെ അഭിനന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ എങ്ങനെ ഈ വൈകാരിക നിമിഷങ്ങൾ എങ്ങനെ കാണുന്നു? അസ്സലാമു അലൈക്കും. KMCC പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഹാജിമാർക്ക് വളരെ ഉപകാരപ്രദമായി എല്ലാ ഹാജിമാരും വന്ന് അവർ തന്നെ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് നമ്മളോട് യാത്ര പറയുന്നത്. നമ്മളും അതേമാതിരി തന്നെ ഇനി ഒരു വർഷം കാത്തിരിക്കണം ഇങ്ങനൊരു സേവനം ചെയ്യാൻ വേണ്ടി. ഏതായാലും നമ്മുടെ സേവനം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അങ്ങനെ നമ്മുടെ ബസ് അവസാനത്തെ ഹാജി പോകാനുള്ള 185 ബിൽഡിങ്ങിലെ അവസാനത്തെ ഹാജിമാർ പോകാനുള്ള ബസ്സുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 3 ബസ്സുകളിലായിട്ടാണ് നമ്മളെ 140 ഹാജിമാരാണ് ഇന്ന് മദീനയിലേക്ക് തിരിക്കുന്നത്. ഓരോ ബസ്സിലും നമ്മുടെ 3 ബസ്സാണ്. നമ്മുടെ മക്ക KMCC-യുടെ എല്ലാ പ്രവർത്തകരും ഇന്ന് ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്.